കഴിഞ്ഞ ദിവസം ചിന്തിച്ച അതേ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെയും ഒരു ദൂത് നിങ്ങൾക്ക് നൽകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിക്കട്ടെ എന്നാണ്. ആരാണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടത്? ആർക്കാണ് അതിന് അധികാരം തന്നിരിക്കുന്നത്? അതിന് ഭാഗ്യം ലഭിച്ച കൂട്ടരാരാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വെച്ചത്. അതിനാധാരമായി നമ്മൾ വായിച്ചത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യമാണ്. ഭൂമിയിലുള്ളതിനെ അല്ല ഉയരത്തിലുള്ളതിനെ തന്നെ എന്ത് ചെയ്യട്ടെ, ചിന്തിക്കട്ടെ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 1-ാം വാക്യം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടത്. ഉയരത്തിലുള്ള അനുഗ്രഹങ്ങൾ അവർക്കാണ്, അവരെയാണ് ദൈവം കാത്തിരിക്കുന്നത്, അവർക്കായിട്ടാണ് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള സകല നന്മകളും. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു അതിശക്തമായ ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോകുന്നു, നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഞാൻ ഒരുക്കും. വാസസ്ഥലം ഒരുക്കിയാൽ അതിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ എന്തു ചെയ്യും? ചേർത്ത് കൊണ്ടുപോകും. എത്ര ഗംഭീരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നിങ്ങൾ നോക്കിക്കേ, യേശു കർത്താവ് തൻ്റെ മനസ്സ് തുറന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉയരത്തിൽ നിങ്ങൾക്കൊരു വാസസ്ഥലമുണ്ടെന്ന്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ഉയരത്തിലെ അനുഗ്രഹങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരനുഗ്രഹമാണ് നമുക്ക് വീടുണ്ട്, ഒരു ഭവനം സ്വർഗത്തിൽ ഉണ്ട്. ഇത് ശിഷ്യന്മാര് പറഞ്ഞതല്ല, ഏതെങ്കിലും പ്രവാചകന്മാര് പറഞ്ഞതല്ല. വേദപുസ്തകത്തിനകത്ത് പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞ ഒരു വിഷയമാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട്. എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾക്കൊരു ഭവനം ഞാൻ പണിയുമെന്നാണ്. അപ്പോൾ ഉയരത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു വീടുണ്ട്. ഈ ഭൂമിയിൽ വീടില്ലാത്ത ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു ദൂത് നൽകാം. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നൊരു കാര്യമാണ്, പാസ്റ്ററെ, ഞങ്ങൾ വാടക കൊടുത്തു മടുത്തു, ഞങ്ങൾ പല വീടുകളും മാറി മാറി ജീവിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, ഞാനും അതേപോണൊക്കെ ഒരു മനുഷ്യനാണ്. സ്വന്തമായ ഒരു ഭവനമോ അല്പം ഭൂമിയോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അത് നിമിത്തമുള്ളതായ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പല ആളുകളും ഞങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ജീവിതത്തിൽ വിജയിച്ചവര് സ്വന്തമായിട്ടൊരു വീട് പണിതവരാണ്. മുഖത്ത് നോക്കി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ മക്കൾക്കൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ ചിന്ത ജീവിതത്തിൽ വിജയിച്ചവരാണ് ഈ വീടുള്ളവർ, വീടില്ലാത്തവരെല്ലാം വിജയിച്ചവരല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇതും കേട്ടുകൊണ്ട് ഒന്നും പറയാതെ പടിയിറങ്ങി വന്ന ദിവസങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഓർക്കുകയാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അത് പറഞ്ഞതെന്ന് ചിന്തിച്ച് ഞാൻ വാഹനമെടുത്ത് തിരികെ വരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, സത്യമാണോ? ആമേൻ, ഒരു കെട്ടുപാടില്ലാത്തതുകൊണ്ട്, ഒരു വീടില്ലാത്തതുകൊണ്ട് ഞാൻ ജയിച്ചില്ലേ? ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടവനാണോ? ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നത്? പ്രത്യേകിച്ച് രക്തബന്ധങ്ങൾ പോലും ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് എന്തിനാണ്? ഞാൻ അങ്ങയുടെ വേലക്കാരനല്ലേ? എനിക്ക് വേല ചെയ്യുമ്പോൾ എൻ്റെ വരുമാന കാര്യങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ആ യാത്രയിൽ ഞാൻ കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഈ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആ വിഷയം ഞാൻ ഇന്ന് ഈ രാവിലെ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് അത് ഓടി വരാനിടയായി. അന്ന് ദൈവം എന്നോട് പറഞ്ഞ ആ ശബ്ദം എൻ്റെ കാതിൽ ഞാൻ കേട്ടു, എൻ്റെ കാറിനകത്ത് ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. എന്നെ ആരോ വന്ന് തോളെ തട്ടിയിട്ട് കരയണ്ട എന്ന് പറയുന്നത് പോലെ ഒരാശ്വാസം ഞാൻ അനുഭവിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം മനസ്സിലാകത്തില്ല. വീടില്ലാത്തവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എന്നെ കേൾക്കുന്ന ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട്. ഒരു കയറിക്കിടക്കാൻ വീടില്ലാത്തവര്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, പല വീടുകളും മാറി മാറി ജീവിച്ചവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ശ്രേഷ്ഠകരമായൊരു വീടാണ്.
അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. കൊലോസി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള സഭാവിശ്വാസികളോട് പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ചിലപ്പോൾ നിങ്ങളുടേതായ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടി കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പകരം നിങ്ങൾക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതകളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച വിഷയങ്ങളും അല്ലെങ്കിൽ ജോലിയില്ലായ്മയും ദാരിദ്ര്യമായിരിക്കും നിങ്ങളെ പിൻപറ്റി കിടക്കുന്നത്. അതിനകത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ഞാൻ ഇന്ന് രാവിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ യേശുവിനെ നിന്ന് നോക്കിക്കേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജയം തരുന്നവനാണ്. എൻ്റെ മുഖത്ത് നോക്കി, ആമേൻ, ഒരു കിടക്കാടമില്ലാത്തത് കൊണ്ട് നീ ജീവിക്കാൻ പഠിച്ചവനല്ല, ജയിച്ചവനല്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഞാൻ അല്പം വേദനിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത തന്ന ഇങ്ങനെയാണ്: യേശു കർത്താവ് എങ്ങോട്ടാ വന്നേ? ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് വന്നത് സ്വന്തമായവരിലേക്കാണെങ്കിലും സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. കയറിക്കിടക്കാൻ ഒരു വീടില്ല. നോക്കിക്കേ, ജനിച്ചത് എവിടെയാ? വഴിയിലാണ് ജനിച്ചത്. ആ ജനിച്ച കുഞ്ഞിനെ വഴിയമ്പലത്തിൽ കൊണ്ടിടാൻ നോക്കിയപ്പോൾ അവിടെ സ്ഥലമില്ല. അവിടുന്ന് ജോസഫും മറിയയും കൂടെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു പശുത്തൊഴുത്തിൽ പുല്ലുകളിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തി. നോക്കിക്കേ, യേശു ജനിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. സ്വന്തമായിട്ട് യേശുവിന് ഒന്നുമില്ലായിരുന്നു. ഒരിക്കൽ പത്രോസ് തൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്ക വന്നൊരു കഥയുണ്ട്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ നദിയിൽ പോയി, കടലിൽ പോയി ചൂണ്ടയിട്, ഒരു മീനെ കിട്ടും. ആ മീനെ കിട്ടുമ്പോൾ അതിൻ്റെ വായിൽ എന്തുണ്ട്? നിനക്ക് വേണ്ടത് ഞാൻ കരുതിയിട്ടുണ്ട്. അതെടുത്ത് നീ എന്ത് ചെയ്യണം? നിന്റെ കരം അടയ്ക്കണം. ചെറിയൊരു വിഷയമാണ് കരമടയ്ക്കുക എന്ന് പറയുന്നത്. കരമടയ്ക്കുക എന്ന് പറയുന്നത് ലക്ഷങ്ങളൊന്നും കൊടുക്കേണ്ട. ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന് എത്രമാത്രം കരം അടയ്ക്കണമെന്ന്. പത്രോസിന്റെ വീട് വലുതല്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ പത്രോസിന്റെ ചെറിയൊരു കടം വീട്ടാൻ പോലും പത്രോസിന് നിർവാഹമില്ലാതെ വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, കരമടയ്ക്കാൻ നിർവാഹമില്ല. പക്ഷെ യേശു ഒരു മത്സ്യത്തിന്റെ വായിൽ ഒരു ദ്രഹ്മ വെച്ച് കൊടുത്തിട്ട് ആ പത്രോസിനോട് പറയുക, നീ അത് കൊടുത്ത് എന്ത് ചെയ്യുക? ആമ നിന്റെ കരമടയ്ക്കുക. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയാം. യേശു കർത്താവ് പറഞ്ഞത് എങ്ങനെയാ? അത് എൻ്റെ കരം കൂടെ എന്ത് ചെയ്യണം? അടയ്ക്കണം. അപ്പൊ കർത്താവിന്റെ കാര്യം നിങ്ങൾ നോക്കൂ. യേശു കർത്താവ് ദരിദ്രനായിട്ടാണ് ജനിച്ചത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആമേൻ, യേശു കർത്താവ് ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണോ വിജയിച്ചവനാണോ? എൻ്റെ പ്രിയരെ, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ 50 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നതും ഒരു ബംഗ്ലാവ് പണിയുന്നതും മക്കൾക്ക് ജോലി കിട്ടുന്നതും ഒന്നും അല്ല ഈ ജീവിതത്തിൽ വിജയിച്ചെന്ന് പറയുന്നേ. ആമേൻ, ജീവിതത്തിൽ വിജയിച്ചെന്ന് പറയുന്നത് നിന്റെ മക്കൾ ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ന്യൂസിലാൻഡിലോ US ഒക്കെ പോയത് കൊണ്ടല്ല നിങ്ങളുടെ മക്കളും വിജയിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആമേൻ, നിങ്ങളൊരു 6 അടി പൊക്കത്തിൽ ഒരു മതിൽ കെട്ടി അതിനകത്ത് നല്ല 2 പട്ടിയെ വളർത്തി ഒരു വീടിന് ചുറ്റളവ് ഉണ്ടാക്കുന്നതല്ല നിന്റെ ജീവിതത്തെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദേ കേക്ക്, വേദപുസ്തകം പറയുന്നു, ഈ ഭൂമിയിലുള്ളതിലല്ല നിങ്ങൾ വിജയിക്കേണ്ടത്, ഉയരത്തിലുള്ളത് നിങ്ങൾ വിജയിക്കണം. ഉയരത്തിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചു? നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുവാൻ നിങ്ങൾ എന്ത് സമ്പാദിച്ചു? ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ളത് നിങ്ങൾ അന്വേഷിച്ചു, ഓടി നടന്നു. ജോലിക്ക് വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി, ആഹാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓടി നടന്നു, ഇല്ലേ? കർത്താവ് പറഞ്ഞു, ആമേ, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കുവീനെന്നാ പറഞ്ഞേ, അല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവിന്റെ വചനത്തിൽ കൂടെ പറയുകയാണ്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഈ ഭൂമിയിലുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ച് ജീവിക്കാനല്ല. ഈ ഭൂമിയിൽ ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നേ. ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവന് കിടക്കാടം വേണം, അവന് യാത്ര ചെയ്യാൻ വാഹനം വേണം, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി വേണം, അവരുടെ ജീവിതത്തിൽ നന്മ വേണം, ഈ ഭൂമി ജീവിക്കുകയെല്ലാം വേണം. പക്ഷെ അത് കിട്ടിയത് കൊണ്ടല്ല നീ വിജയിച്ചത്. ഉയരത്തിൽ നിന്റെ പേരുണ്ടെന്നുള്ള കാര്യത്തിലാണ്. ഉയരത്തിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേരുണ്ടെന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, ആരെങ്കിലും ഞാൻ കടന്നുപോയ വഴിയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വേദനപ്പെടുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ആശ്വാസമാണ്. ഭാരപ്പെടേണ്ട. ഈ ഭൂമിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വാ കീറിയവന് അതിൻ്റെ ആഹാരം തരാൻ കഴിയും. ഏദൻ തോട്ടത്തിലെ ഹവ്വായെയും ആദമിനെ സൃഷ്ടിച്ചിട്ടല്ല ഏദൻ തോട്ടം സൃഷ്ടിച്ചത്. ഹവ്വായെയും ആദമിനെ സൃഷ്ടിച്ചിട്ടല്ല നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഉണ്ടാക്കിയത്. ഏദൻ തോട്ടവും സൃഷ്ടിച്ചിട്ടാണ്, ഗാലക്സികളെ സൃഷ്ടിച്ചിട്ടാണ് ആദമിനും ഹവ്വായെയും സൃഷ്ടിച്ചത്. അപ്പൊ നോക്കിക്കേ,
ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടത്, കടലിൽ വേണ്ടത്, ആകാശത്ത് വേണ്ടത്, ഭൂമിയിൽ വേണ്ടത് സകലതും നിവർത്തിച്ചതിന് ശേഷമായിട്ട് ആദമിനെ ഔവ്വയും ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് സ്വർഗത്തിൽ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഈ ഭൂമിയിൽ വേണ്ടതും കരുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വരും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് ഒരു വീട് തരും. ഇന്ന് രാവിലെ വീടില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് കോൾ ചെയ്യുക, നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം കർത്താവ് എനിക്കൊരു നിയോഗം തരുന്നു. ഇന്നത്തെ മെസ്സേജ് അതാണ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഭൂമിയിൽ വേണ്ടതും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒരു വീട് പണിയുന്നതാകരുത്. നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം ഇവിടെ നമ്മൾ വലിയ മുന്തിയ കാറ് വാങ്ങുന്നതാകരുത്. നമ്മുടെ ലക്ഷ്യം ഇവിടെ കുറച്ച് ആർപ്പാടം കാണിക്കുന്നതാകരുത്. പകരം ഉയരത്തിലുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ട അഹങ്കരിക്കാതെ, നെഹളിക്കാതെ ജീവിക്കാൻ വേണ്ടതിനെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദൈവം നിങ്ങൾക്ക് ഒരു ഭയങ്കരമായ അനുഗ്രഹം, ഒരു വലിയ വിടുതൽ കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് ഞങ്ങളെ നോക്കി പലരും പറയുന്നു, ഞങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പലരും പറയുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ പരാജയപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് വേണ്ടി കരുതാൻ അങ്ങുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ പക്കൽ സുലഭമാണ്. കർത്താവെ, ഇന്ന് രാവിലെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് പലതും ആവശ്യമുണ്ട്. പക്ഷെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഇവിടെ ഉള്ളതിനെ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ എന്ത് കിട്ടിയാലും ഞങ്ങൾ പരാജയമാണ്, അത് വിജയമല്ല. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉയരത്തിൽ ചിലത് അന്വേഷിക്കാൻ, കർത്താവെ, ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി ചിലത് ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ, ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ചിലതിനെ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ഈ ജീവിതയാത്രയിൽ ഉയരത്തിൽ വേണ്ടത് ഞങ്ങൾ അന്വേഷിച്ച് ജീവിക്കാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ കർത്താവെ വീടില്ലാതെ ഞങ്ങളെ വിളിക്കാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഞങ്ങൾക്കൊരു വീട് വേണമെന്ന്. ഈ സന്ദേശം, ഞങ്ങളുടെ അനുഭവം അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവെ, എത്രയും പെട്ടെന്ന് ഈ ഭൂമി തലചായ്ക്കാൻ ഒരു ഭവനം കർത്താവ് കൊടുക്കണേ. അല്പം ഭൂമി കർത്താവ് കൊടുക്കണേ. ഞാൻ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം കർത്താവെ. ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവെ. എത്രയോ ആളുകൾ കർത്താവെ കഷ്ടപ്പെടുന്നുണ്ടപ്പാ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഉറവ തുറന്നു കൊടുക്കണേ കർത്താവെ. ബുദ്ധിമുട്ട് മാറ്റണേ കർത്താവെ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ അപ്പാ. അപ്പച്ചൻ്റെ കയ്യിൽ തരികയാണ് ഞങ്ങൾക്ക് വേണ്ടി. പകരം ഉയരത്തിൽ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ നന്മയും പ്രാപിക്കേണ്ടതുപോലെ പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങനെ ഒരു നിയോഗമാണ് കർത്താവ് എനിക്ക് തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരെ, ഉയരത്തിലുള്ളത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളതല്ല, ഉയരത്തിൽ നിങ്ങൾ എന്ത് സ്വരൂപിച്ചു വെച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും എന്ന് വേദപുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ. ഇവിടെയുള്ളതൊക്കെ ദൈവം തരുമെന്നേ ധൈര്യമായിട്ടിരിക്കൂ. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ആമേൻ.